മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീ മരിച്ചു. സ്ത്രീയെ പുറത്തെടുക്കാൻ 2.5 മണിക്കൂർ എടുത്തതാണ് പരാതി. ആന്റണി ജിസ്റ്റോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആന്റണി, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് വിവരങ്ങൾ? ആ സംഭവത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 14-ാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അല്പസമയം മുമ്പാണ് അവരുടെ ശരീരം ആ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ തന്നെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ എവിടത്തെ കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തതയില്ല. തലയോലപ്പറമ്പ് സ്വദേശി, കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു ആണ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇടുക്കി സ്വദേശിയാണെന്നും പറയുന്നുണ്ട്. ബിന്ദു എന്നാണ് ഈ മരിച്ചയാളുടെ പേര് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ ഇക്കാര്യത്തിൽ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. കാരണം 2.5 മണിക്കൂറോളമാണ് ബിന്ദു അല്ലെങ്കിൽ ആ സ്ത്രീ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമേറിയ കാര്യം. പിന്നീട് ആളുകൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെ മാത്രമാണ് അല്പസമയം മുമ്പ് അവിടെ ഈ എക്സ്കവേറ്റർ അടക്കം കൊണ്ടുവന്ന് ആ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവരെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാരടക്കം പറഞ്ഞത് അവിടെ ഈ ഉപയോഗിക്കാത്ത ഒരു ഭാഗമാണ്, അവിടേക്ക് ആളുകൾ വരില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി VN വാസവനും അടക്കം പറഞ്ഞത്. ഏതായാലും അതങ്ങനെയല്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു. കാരണം തങ്ങൾക്കൊപ്പം ഈ മരിച്ച സ്ത്രീയുടെ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ അവിടെ സർജറി ആയി ബന്ധപ്പെട്ട് അവിടെ അഡ്മിറ്റായ ആളാണ്. പിന്നീട് അവരാണ് പറഞ്ഞത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ആ ഭാഗത്തേക്കാണ് പോയത്, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് പിന്നീട് തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇനിയും ആളുകൾ ഒരുപക്ഷെ കുടുങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ട്. ഏതായാലും നേരത്തെ ഇക്കാര്യം ജനപ്രതിനിധികൾ പറയുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ അടക്കം ഇനിയും അവിടെ തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഒരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയായി അല്ലെങ്കിൽ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ അപകടം ഉണ്ടായതിനു ശേഷം ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ കൃത്യമായ വീഴ്ച അല്ലെങ്കിൽ അതിൽ കൃത്യമായൊരു വൈകൽ ഉണ്ടായിരിക്കുന്നു. 11 മണിയോട് കൂടിയാണ് ഈ അപകടം അവിടെ നടക്കുന്നത്, ആ കെട്ടിടം തകർന്ന് താഴേക്ക് വീഴുന്നത്. ആ ഘട്ടത്തിൽ അപ്പോൾ 2 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആരുമില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. പിന്നീടാണ് ഒരു സ്ത്രീ കൂടി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള സംശയം ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചെറിയ എക്സ്കവേറ്ററുകൾ അവിടെ എത്തിച്ച് പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് ഫയർഫോഴ്സ് ഈ മരിച്ചയാളെ കണ്ടെത്തുന്നത്. ഏതായാലും വലിയ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇത്രയും വൈകി 2.5 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഇത് വൈകിയത് എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നു. ഏതായാലും നിരവധി ആളുകൾ ഇങ്ങനെ സംശയമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു. അതായത് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ ആ ഭാഗത്തേക്ക് ആ ശുചിമുറി അടക്കം ഉപയോഗിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ചിലർ പറഞ്ഞിരുന്നു. നേരത്തെ ചാണ്ടിയുമ്മൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തൻ്റെ അമ്മയെ കാണാനില്ല എന്നുള്ള കാര്യം. ഏതായാലും അത്തരത്തിൽ ഇനി ഇപ്പോൾ വീണ്ടും ആ ഭാഗത്ത് തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ആന്റണി, അതുപോലെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഈ അപകടം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ആശ്വസിച്ചതാണ്. 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു, ഇനി ആരുമില്ല എന്ന തരത്തിൽ നമ്മൾ എല്ലാം വിശ്വസിച്ചതാണ്. എന്നാൽ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു സ്ത്രീ, കുടുങ്ങിക്കിടന്ന സ്ത്രീയെ പുറത്തെത്തിക്കുന്നു. ആ സ്ത്രീ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഇനിയും ആളുകൾ ആ ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ ആളുകളെ കാണാതായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ചിലരെങ്കിലും ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നത് ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്നുള്ളതാണ്. ആ കെട്ടിടം ഉപയോഗശൂന്യമാണ്, അത് ഉപയോഗിക്കുന്നില്ല
എന്നുള്ള ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ അന്ന് ആ അപകടമുണ്ടായ ഘട്ടത്തിൽ എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ വി എൻ വാസവനും മെഡിക്കൽ കോളേജ് അധികൃതരുമൊക്കെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു. കാരണം ഈ ഭാഗത്തേക്ക് തങ്ങൾക്കൊപ്പമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈ മരിച്ചയാൾ അടക്കം അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, ഈ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയാണ് പിന്നീട് ഫയർഫോഴ്സ് ഈ എക്സ്കവേറ്ററുകളൊക്കെ അടക്കം അവിടെ എത്തിയത് എന്നുള്ളതാണ്. അവരവിടെ കുളിക്കാൻ വേണ്ടി പോയതാണ്. ആ ഘട്ടത്തിലാണ് അവിടെ അപകടം നടക്കുന്നത്. അങ്ങനെ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം അറിയാൻ വൈകി എന്നുള്ളതാണ്. ആ ഭാഗത്ത് അപ്പോൾ തന്നെ ഒരു പരിശോധന, ഒരു തെരച്ചിൽ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത് നടത്തിയിട്ടില്ല, അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയരുന്നത്. 2.5 മണിക്കൂർ, ഒരു ചെറിയ സമയമല്ല അവരവിടെ കുടുങ്ങിക്കിടന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 2.5 മണിക്കൂർ, 11 മണിയോടുകൂടി അപകടം നടന്നിട്ട് 2.5 മണിക്കൂറിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കാനായി അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാനായി കഴിഞ്ഞത്